എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് നോക്കാം. ഇന്ന് ഒട്ടുമിക്ക ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്. പണ്ട് പ്രായമായവരിലാണെങ്കിൽ ഇപ്പം ചെറുപ്പക്കാരിൽ മുതൽ ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നുണ്ട്. ഈ ഉപ്പൂറ്റി വേദന നമുക്ക് രാത്രിയായിട്ട് കിടന്ന് രാവിലെ എണീക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് കാണുക. അത് കാൽപാദം നിലത്ത് വെക്കുമ്പോൾ ആ നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ, വേദന കൊണ്ട് നമുക്ക് ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് നമ്മൾ പറയും ജോലിയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ആ വേദന എവിടെ പോയി എന്നറിയില്ല എന്ന് പറയാറുണ്ട്. ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. പ്ലാന്റർ ഫിസിറ്റീസ് എന്നുള്ള ഇതുണ്ട്, നമ്മുടെ ചർമ്മമുണ്ട്. അപ്പോൾ കാൽപാദത്തിനടിയിലുള്ള നമ്മൾ അസ്ഥിനെ സംരക്ഷിക്കുന്ന ഒരു 7 ലെയർ പാളിയുണ്ട്, നല്ല കട്ടിയുള്ള സ്കിന്ന്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാലിൻ്റെ അത് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടാണ് രാത്രി കിടക്കുമ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും. രാവിലെ എണീക്കുമ്പോൾ അത് നിവരേണ്ടത് നിവരാത്തത് കൊണ്ടാണ് നമുക്ക് കാൽപാദം വെക്കുമ്പോൾ ഉപ്പൂറ്റി വേദന വരുന്നത്. രണ്ടാമത്തെ കാര്യം കാൽക്കനീസ് എന്ന് പറഞ്ഞ ആ ഒരു അസ്ഥിയുണ്ട്. അസ്ഥിക്ക് കാൽക്കനീസ് സ്ക്വയർ എന്ന് പറയും. കാരണം അതിൽ നമ്മൾ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ കാണാം അതിനൊരു മുള്ളു പോലോ അല്ലെങ്കിൽ നമ്മൾ പറയും എല്ല് വളർന്ന ഒരു അവസ്ഥ എന്നൊന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടോ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള അതിനെക്കാട്ടി നീളമുള്ള ഒരവസ്ഥ അതുള്ളത് കൊണ്ടും നമുക്ക് പെയിൻ ഉണ്ടാകാറുണ്ട്. പിന്നെയുള്ളത് അക്യൂലിയസ് ടെൻഡൻ. ഇതിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള നീർക്കെട്ടോ ഈ 3 ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് ഉപ്പൂറ്റി വേദന സഹിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ടുള്ള തടി ഉണ്ടാവും. നമ്മുടെ പാദത്തിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ശരീരത്തിന് ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പാദത്തിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെയാണ് അമിതമായി അധ്വാനിക്കുന്നത്. നിന്നുകൊണ്ട് ഓടിച്ചാടി നടന്ന് നമ്മൾ പണിയെടുക്കും. അപ്പം നമ്മൾ ഒരു വിശ്രമം പോലും കൊടുക്കില്ല. ഇത് മുഴുവൻ പാദത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പാദത്തിന് ഡാമേജ് ഉണ്ടാക്കിയാണ് അത് റെസ്റ്റിന് ചോദിക്കുന്നതാണ്. അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവർ കൂടുതൽ സമയം റെസ്റ്റ് കാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ആ ബോഡിയുടെ വെയിറ്റ് കാൽപാദത്തിന് വരുന്നത് കുറച്ചുകൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഭയമുള്ളവരൊക്കെ ഇവരിലൂടെ ആയിരിക്കും. കാരണം ഇവർക്ക് രോഗം വന്നാൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും, അല്ലാണ്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകും. ആ സ്ട്രെസ്സുകളെല്ലാം ഒന്ന് മാറ്റി ഇതാക്കി കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയും അവർ പറയുന്ന 4G നന്നായിട്ട് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുകയും വെള്ളം കൂടി ആവശ്യത്തിന് മാത്രം ആക്കുകയും അതുപോലെ തന്നെ ഉറക്കം രാത്രി 9 മണിക്ക് തന്നെ ഈ പെയിനുള്ളവർ തീർച്ചയായിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുകയും അതുപോലെ ജോലിക്കിടയിൽ നിരന്തരം ഓടി നടക്കുന്ന ജോലിയാണെങ്കിൽ അതിനിടയിൽ ശരീരത്തിന് വിശ്രമം കൊടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉപ്പൂറ്റി വേദന എന്നുള്ളത് പെട്ടെന്ന് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ഹസ്ബൻഡിന് ഉപ്പൂറ്റി വേദന നന്നായിട്ടുണ്ടായിരുന്നു. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു പെയിൻ ഉപ്പൂറ്റി വേദന എന്നുള്ള പെയിന് മാറിപ്പോയതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് രാവിലെ എണീച്ച് നിലത്ത് കാല് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ വന്നതിന് ശേഷം ഈ 4G ഒക്കെ പാലിക്കുന്നതിന് ശേഷം ആ വേദന പിന്നീട് വന്നിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജപാതേന നേരെയാക്കുന്ന ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. എന്ത് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിശന്ന് മാത്രം ആഹരിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ഇൻഫ്ലമേഷൻ മാറിക്കിട്ടി അവിടെ എന്ത് രോഗാവസ്ഥയാണോ അത് മാറിക്കിട്ടി ആ ശരീരം നേരെയാകാൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4G പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഇതിന് നല്ല ആശ്വാസം കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.